ലൈംഗികാതിക്രമ കേസിൽ ഉടൻ നാട്ടിലെത്തുമെന്ന് പ്രജ്വൽ രേവണ്ണ. മെയ് 31-ന് ബംഗളൂരുവിൽ വെച്ച് കീഴടങ്ങുമെന്നും പ്രജ്വൽ രേവണ്ണ പറഞ്ഞു. വിശദാംശങ്ങളുമായി ശില്പ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നു. ശില്പ, ഏകദേശം കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രജ്വൽ രേവണ്ണ നാട് വിട്ടിട്ട് കർണാടകയിൽ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ട് രേഖപ്പെടുത്തി വീട്ടിലേക്ക് പോലും മടങ്ങാതെയാണ് പ്രജ്വൽ രേവണ്ണ സ്വകാര്യ ഹെലികോപ്റ്ററിൽ രാജ്യം തന്നെ വിട്ടത്. ഏകദേശം ഒരു മാസത്തോളമായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പിതാവ് ഇതേ കേസിൽ പോലീസിൻ്റെ അറസ്റ്റിലാവുന്ന സ്ഥിതി വരെ ഉണ്ടായി. എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ പോലും പ്രജ്വൽ രേവണ്ണ എവിടെയാണ് എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അറിവോ, എന്ന് തിരിച്ചെത്തും എന്നതിനെക്കുറിച്ച് യാതൊരുവിധ അറിവോ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാതിരിക്കാനുള്ള കാരണം കാണിച്ച് പ്രജ്വൽ രേവണ്ണയ്ക്ക് നോട്ടീസ് അയക്കുക വരെ ഉണ്ടായി. HD ദേവഗൌഡ തന്നെ ഈ കാര്യത്തിൽ ഇടപെട്ട് ഇദ്ദേഹത്തിനെതിരെ, പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കുടുംബത്തിന് വരെ ആക്ഷേപം വരുത്തുന്ന രീതിയിൽ പ്രജ്വൽ രേവണ്ണ നടപടി സ്വീകരിക്കരുത് എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്? പ്രജ്വൽ രേവണ്ണ തന്നെയാണോ താൻ തിരിച്ചു വരുമെന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്? വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്ത് തന്നെ വലിയ കോളിളക്കം സൃഷ്ടിച്ച ഒരു ലൈംഗിക അതിക്രമ കേസിൽ കഴിഞ്ഞ മാസം കൃത്യമായി പറഞ്ഞാൽ ഏപ്രിൽ 27-നാണ് പ്രജ്വൽ രേവണ്ണ ഒളിവിൽ പോയിരുന്നത്. നിരവധി പ്രത്യേക അന്വേഷണ സംഘം ഉൾപ്പെടെ SIT അടക്കം ഈ ഒരു കേസ് അന്വേഷിച്ചു വരികയാണ്. പ്രജ്വലിനെതിരെ ബ്ലൂ കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പ്രജ്വൽ രേവണ്ണ മെയ് 31-ന് ബംഗളൂരുവിലെത്തി, ജർമ്മനിയിൽ നിന്ന് ബംഗളൂരുവിലെത്തി മെയ് 31 രാവിലെ 10 മണിക്ക് കീഴടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നെ അവിശ്വസിക്കേണ്ട, ഞാൻ മെയ് 31-ന് രാവിലെ 10 മണിക്ക് തന്നെ ഈ ബംഗളൂരുവിലെത്തി കീഴടക്കുമെന്ന് ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേക്ക് നൽകിയ ഇന്ത്യ ടുഡേയോടാണ് ഈ പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ പ്രജ്വൽ രേവണ്ണ തന്നെയാണ് ഈ കാര്യം ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയിലൂടെ അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കുടുംബത്തിന് താൻ വീട്ടുകാരോട് പറയാതെ ഒളിവിൽ പോയതിന് കുടുംബത്തിനോട് മാപ്പ് ചോദിക്കുന്നതായും പ്രജ്വൽ രേവണ്ണ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഈ വിദേശകാര്യ മന്ത്രാലയം അടക്കം അദ്ദേഹത്തിൻ്റെ ഈ പാസ്പോർട്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് അടക്കം റദ്ദാക്കാനുള്ളൊരു നീക്കത്തിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണ ഇത്തരത്തിൽ ബംഗളൂരുവിലെത്തി കീഴടങ്ങാൻ തയ്യാറായിരിക്കുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ ലൈംഗിക അതിക്രമ കേസിൽ ഒളിവിലായിരുന്നു ഹസൻ MPയും അതോടൊപ്പം തന്നെ JDS നേതാവുമായ പ്രജ്വൽ രേവണ്ണ ലൈംഗിക അതിക്രമ കേസിൽ കഴിഞ്ഞ മാസം ഏപ്രിൽ 27 മുതൽ ഒളിവിലായിരുന്നു. അദ്ദേഹം ജർമ്മനിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. SIT അടക്കം നിരവധി തവണ അദ്ദേഹം നാട്ടിലെത്തുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ, ബംഗളൂരിലെത്തി കീഴടങ്ങുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നേരത്തെയും പുറത്തു വന്നിരുന്നു. ആ സമയത്ത് കൃത്യമായി തന്നെ ബംഗളൂരുവിലെ എയർപോർട്ടിലെത്തി അന്വേഷണ സംഘം SIT ഈ പ്രജ്വൽ രേവണ്ണയുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു തയ്യാറെടുപ്പിലൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പ്രജ്വലിന്റെ ഭാഗത്തു നിന്നും ദേശീയ മാധ്യമമായ ഇന്ത്യ ടുഡേയിലൂടെ പ്രജ്വൽ തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. താൻ മെയ് 31-ന് ബംഗളൂരുവിൽ തിരിച്ചെത്തി കീഴടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രജ്വൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തന്നോട് എതിർപ്പുള്ളവർ തന്നെ ചതിക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച കേസാണിതെന്നും പ്രജ്വൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഏതായാലും ഈ മെയ് 31-ന് ബംഗളൂരുവിലെത്തുന്ന പ്രജ്വലിനെ ബംഗളൂരുവിൽ വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം SIT.